വന്നേ. വന്നിട്ട് അവിടെ തന്നെ നിൽക്കണോ? അമ്മഞ്ഞു വാ, സാറിന് കാണട്ടെ. ഞാനിതുവരെ പരിചയമില്ലാത്ത ഒരു പുരുഷന്റെ മുമ്പിലും ചെന്ന് നിന്നിട്ടില്ല സാറേ. എന്റെ കല്യാണം കഴിഞ്ഞ് നീലാണ്ടിന് 1 വയസ്സായണക്കെയാ അവന്റെ അച്ഛന്റെ മുഖം ഞാൻ കാണുന്നത്. എനിക്ക് അത്രയ്ക്ക് നാണമാ സാറേ. അത് ശരിയാ സാറേ. എനിക്കൊരു വയസ്സായപ്പോ അമ്മ അച്ഛന്റെ മുഖം ആദ്യമായിട്ട് കാണുന്നത് ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. പിന്നെ സാറിന് കാലത്ത് ചോറും കറിയൊക്കെ വെച്ചു കൊടുക്കണം. പിന്നെ ദിവസവും മുറിയൊക്കെ തൂത്തുവാരി വൃത്തിയാക്കണം. അപ്പോ എനിക്ക് മടേ പോണ്ടായോ? എഞ്ചോ രാവിലെ പോകുന്നതിന് മുമ്പേ ഉച്ചക്കാലത്തെ ഭക്ഷണം വെക്കണം. വൈകിട്ട് വന്നിട്ട് രാത്രിയിലത്തെ ഭക്ഷണോ അല്ലേ സാറേ? സൗകര്യം പോലെ. ആ അമ്മ പോയി 2 കാപ്പിഞ്ഞിട്ടുണ്ടെന്നേ വേഗം വരാൻ. സാറേ, നമുക്ക് ഈ പാല് പരമനാഥന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചാലെന്താ? നല്ല ഒന്നാന്തരം പശുപാല. അതൊന്നും വേണ്ട സാറേ. പാല് കുടിച്ച് തടി പാലം പോലെ വരട്ടെ, എന്നാലേ നമുക്ക് പാലം പണിയാൻ പറ്റൂ. ഞാനേ കടവിന്റെ അടുത്തൊരു പാല് കൊടുക്കാൻ പോവാ. ജീപ്പിൽ ചെന്ന് ഇറങ്ങിയ അതിന്റെ ശേല് വേറെയാ. ഞാനും കൂടെ വരട്ടെ? ഓ, അതിനെന്താ കാര്യങ്ങള്. പോകാം. സാറ് വേലയ്ക്ക് കാർത്തിയാനി തള്ളി നിർത്തിയെന്ന് കേട്ടു. സൂക്ഷിക്കണം കേട്ടോ. വാചകം അടിച്ച് അവർ ആളെ വിഴുങ്ങിക്കളയും. ഏതായാലും എന്നെ വിഴുങ്ങാൻ പറ്റും തോന്നുന്നില്ല. ആ, ഒന്ന് നിർത്തിയേ. എപ്പ തിരിച്ചു വരും? വൈകുന്നേരം ആവും. ഒരരങ്ങെടുത്ത്. കൃഷ്ണൻകുട്ടി, ഞങ്ങളുടെ കാര്യം എന്തായി? ഇത്രയ്ക്ക് വാശിമേരൊക്കെ വേണം? വേണം. മെറ്റല് കൊണ്ടുപോകാൻ മാത്തച്ഛന്റെ ലോറി വന്നില്ലെങ്കിൽ വേറെ 100 ലോറി വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നും വരുന്നില്ലല്ലോ. മുതലാളിമാര് കൂടുമ്പോ ഒന്നിച്ചു കൂടും. പാവം ഞങ്ങളെ പോലുള്ള അർത്ഥപത്രിക്ക് അറാ വെള്ളത്തിലാവുന്നേ. 1 ലോഡ് മെറ്റലിന് 200 രൂപ തരാമെന്ന് മുതലാളി സമ്മതിച്ച ആ മാത്തച്ഛന്റെ തിരുപ്പൂല മുതലാളി ഇപ്പം പിന്മാറി. 200 രൂപ തരാതെ ഒരു ചീള് മെറ്റല് നമ്മൾ കൊടുക്കില്ല. നിങ്ങൾ നമ്മളുടെ വാശി കൊണ്ട് പട്ടിണി കിടക്കുന്ന ഞങ്ങളാ. മുതലാളി പറഞ്ഞ വിലക്ക് കൃഷ്ണൻകുട്ടി മെറ്റൽ കൊടുക്കാൻ സമ്മതിക്കണം. നാണമില്ലാത്ത നാറികള്. മുതലാളിമാരുടെ മുമ്പിൽ അടിയറവ് പറയാൻ കൃഷ്ണൻകുട്ടിയുടെ നട്ടല് വളയിലടാ. കൃഷ്ണൻകുട്ടി ഇതിനൊരു തീരുമാനം പറഞ്ഞിട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ നീയൊക്കെ എന്തോ ചെയ്യും? മുതലാളിമാരുടെ വാക്കും കേട്ടെ എന്റെ അടുത്ത് നേരെ ഉറക്കാൻ വന്നോണ്ടല്ലോ. ഉറക്കാൻ വന്നാ നീ എന്ത് ചെയ്യും? അമ്മേ, അച്ഛൻ വന്നു. ഊണ് കഴിച്ചോ? ഇല്ല. എന്താ അമ്മ ഒന്നും വച്ചില്ല. എന്താ കാര്യം? അച്ഛൻ കള്ളു കുടിച്ച് ഷാപ്പില് വഴക്കുണ്ടാക്കിയത് അമ്മ അറിഞ്ഞു. അതാ. അതിന് എന്റെ പോലെ പട്ടിണി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താടി അത്താഴൊന്നും വെച്ചില്ലേ? നിന്നോട് ചോദിച്ചേ. എന്നും ഇങ്ങനെ കള്ളും കുടിച്ച ആളുകളുമായി വഴക്കുണ്ടാക്കി നടക്കുന്നത് എനിക്ക് മനസ്സുണ്ടായിട്ട് എന്നും ഇങ്ങനെ മൂക്കറ്റും കുടിച്ചോണ്ട് വന്നാലോ? അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഞാൻ എന്റെ മോൾ ഇവിടെ ജീവിച്ചിരിക്കില്ല. നീ എന്താ നിന്നെ തെറ്റിക്കൊണ്ടത് ചാവാനല്ല, എന്നെ കൊച്ചിനെ കൊള്ളാനല്ല. എന്താ മോളെ? എന്താ കാര്യം പറ മോളെ. കാര്യം പറ മോളെ. കാര്യം പറ മോളെ. ചായ.
രാജമ്മയ്ക്ക് വേദനിച്ചോ? സാരമില്ല. മോളുടെ സ്കൂളിലെ ആനിവേഴ്സറിയാ. മോളുടെ ഡാൻസും മിമിക്രിയും പ്രച്ഛന്നവേഷവും പ്രസംഗ മത്സരവും എല്ലാം ഉണ്ട്. മോൾ എന്തൊക്കെ പഠിച്ചു? മിമിക്രി കാട്ടും ഞാൻ പഠിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ടീച്ചർ പഠിപ്പിച്ചു തരും. എന്നാ മോള് പഠിച്ചതെന്ന് കാണിച്ചേ. അതെ, അച്ഛൻ വഴക്ക് പറയോ? ഏയ് ഇല്ല, കാണിച്ചേ. ഞാനേ അച്ഛൻ കള്ളു കുടിച്ചു വന്ന് അമ്മയെ ചീത്ത പറയുന്നതാ കാണിക്കാൻ പോണത്. അതെങ്ങനെ? റെഡി? എടേ രാജമ്മേ, നീ ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് കേട്ടാ മതി. കണ്ടില്ലേ, മോളുടെ മുമ്പിൽ കുടിച്ചോണ്ടെന്നാൽ ഇങ്ങനെ ഇരിക്കും. സാരമില്ല, മോള് കാണിക്കേ. റെഡി? എടീ രാജമ്മേ, നീ ഞാൻ പറയുന്നത് കേട്ടാ മതി. എടീ, എന്റെ മോളെ പറ്റി നീ എന്താ പറഞ്ഞേ? അവളെ നീ എന്തെങ്കിലും ചെയ്താ നിന്നെ ഞാൻ കൊന്ന് കുഴിച്ച് മൂടുവടി. എന്റെ മോൾ എന്റെ ജീവനാ. അടുത്തതായി നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാജിയുടെ ഒടുവിലത്തെ പ്രസംഗം അവതരിപ്പിക്കുന്നത് നളിനി മോൾ. मेरे प्यारे देश प्रेमियों, आज भारत आजाद होकर 38 साल हो गया, लेकिन आज भी हमारे देश कई तरह की धमकियों के आगे है. उन धमकियों को संभालने के लिए मैं अपनी हर बूंद खून देने के लिए तैयार हूँ. धन्यवाद. जय हिंद. അടുത്തതായി സമ്മാനദാനം. ഈ ചടങ്ങ് നിർവഹിക്കുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട PWD എഞ്ചിനീയർ ശ്രീ ഗോപിനാഥനെ ക്ഷണിച്ചുകൊള്ളുന്നു. മ്യൂസിക്കൽ ചെയർ ഫസ്റ്റ് പ്രൈസ് നളിനി മോൾ. മിമിക്രി ഫസ്റ്റ് പ്രൈസ് നളിനി മോൾ. ഈ സ്കൂളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥിനിക്കുള്ള സമ്മാനവും നളിനി മോൾക്ക് തന്നെ. എന്റെ മോളാ. ഞാനാണേ, ഞാനാ. നമസ്കാരം. നമ്മള് തമ്മിൽ കണ്ടിട്ടുണ്ട് പരവുകാരുടെ ഇടയിൽ വെച്ച്. സാറ് കണ്ണടച്ചും ഞാൻ തണ്ണി അടിച്ച് നമ്മൾ മുട്ടിയിട്ടുമുണ്ട്. എന്താ ഈ സമയത്ത്? പിന്നെ എന്നോട് ക്ഷമിക്കണം. ഓഹോ, സാറ് നല്ല ഉറക്കമാണെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ ഈ കള്ളു വിളിച്ച് ചിലപ്പോ ഈ ഫിറ്റായി പോയി. സന്തോഷം കൊണ്ടുള്ള ഫിറ്റ്. അതിന് എന്നോട് ക്ഷമിക്കണം. പിന്നെ ഈ മോളുടെ ആനിവേഴ്സറി ഒക്കെ ഞാൻ ഇറങ്ങിയപ്പോ നേരെ ഇരുട്ടി. എനിക്ക് അവിടെ വെച്ച് സാറിനോട് നന്ദി പറയണമെന്നുണ്ടായിരുന്നു. ഈ നന്ദി എന്ന് പറയുന്ന സാധനം അതിന്റെ സമയത്ത് പറഞ്ഞില്ല പിന്നെ എന്നാ വേല അല്ലേ? അല്ലേ? അപ്പൊ അത് പറയാനാ ഇപ്പൊ വന്ന്. ഇതിനു മുമ്പ് ഈ പള്ളിക്കൂടത്തിലെ പിള്ളേർക്ക് പല സമ്മാനങ്ങളും പലരും കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാ സമ്മാനങ്ങളും എന്റെ മോക്ക് സാറ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. അത് ഞാൻ മറക്കത്തില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. എനിക്ക് ഈ കാലിൽ തൊട്ടും തൊഴണം. ഏയ് അതൊന്നും വേണ്ട സാറേ. സ്നേഹിക്കുന്നവർക്ക് കൃഷ്ണൻകുട്ടി ചങ്കും കരളും കൊടുക്കും.
ചതിച്ച പക്ഷേ സാറിന് ബോറടിക്കുന്നുണ്ടാവും. ഇല്ല. അത് കേള പാതിരാത്രിക്ക് വിളിച്ചുണർത്തി കൊഴാൻ സംസാരിച്ച ആർക്കാ ബോറടിക്കാത്ത? ഈ പറയുന്നത് എനിക്ക് തന്നെ ബോറടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടി സാറ് കുറച്ച് സമയം ബോറടിക്കണം. സാറ് പിടിച്ചേ. എന്താ ഇത്? പിടിച്ചേ. ഞാനെന്റെ മോക്ക് വാഴിക്കൂരി സമ്മാനം കൊടുത്തപ്പോ ഞാൻ സാറിന് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലേ മോശമല്ലേ? പിടിച്ചേ. എന്താ ഇത്? ഇത് കുറച്ച് രൂപയാ. സമ്മാനം കിട്ടിയത് കൃഷ്ണൻകുട്ടിയുടെ മോള് മിടിക്കായതുകൊണ്ടാ. ആ, കൃഷ്ണൻകുട്ടി നല്ല ഫിറ്റാ. കൃഷ്ണൻകുട്ടി വീട്ടിലോട്ട് പോ. ഞാൻ വിറ്റാ. സാറ് എന്റെ സന്തോഷം സ്വീകരിക്കില്ലല്ലേ? കാശായിട്ട് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒറ്റൊന്നും കൊണ്ടുവരാം. ആരും അറിയത്തില്ല. ആ, കൃഷ്ണൻകുട്ടി ഇപ്പൊ പോ. സാറ് പറഞ്ഞ ഞാൻ ഈ നരകത്തിലൊന്നും പോവും. ആ, പക്ഷേ ഈ സ്കൂളിൽ ഇത്രയും കുട്ടികൾ ഉണ്ടായിട്ട് എല്ലാ സമ്മാനവും എന്റെ മോക്ക് സാറാ കൊടുത്ത്. സാറെന്റെ ദൈവമാ. ഓ, സമ്മതിച്ചിരിക്കുന്നു. കൃഷ്ണൻകുട്ടി വീട്ടിലോട്ട് പോ. ഞാൻ പോവാം. അതെ സാറേ, അതെ രാത്രി യാത്രയില്ല. ഗുഡ് മോർണിംഗ്. ശരി. സാറെന്റെ ദൈവമാ. സാറ് പറഞ്ഞ ഞാൻ നരകത്തിലും പോവും. ഈ സ്കൂളിൽ ഇത്രയും പിള്ളേരുണ്ടായിട്ട് പാൽ പാൽ പാല് കുപ്പി ഒഴിച്ചു തരൂ. അകത്തേക്ക് കയറൂ. പേടിക്കണ്ട, അകത്തേക്ക് വരൂ. കാർത്തേനെ തലേന്ന് വന്നില്ലേ? അവര് രാവിലെ വന്ന് ഭക്ഷണം പാചകം ചെയ്ത് വെച്ചിട്ട് പോയി. പാല് കാച്ചി വെച്ചില്ലെങ്കിൽ ചീത്തായി പോയില്ലേ? എന്താ ചെയ്യാ? സാറിന് വിരോധമില്ലെങ്കിൽ ഞാൻ പാല് വെച്ച് തന്നാ മതിയോ? ദേവിക്ക് ഇത് ബുദ്ധിമുട്ടാവില്ലേ? അപ്പൊ ഒരു കാര്യം പറഞ്ഞേക്കാം. പാല് കാച്ചി തരുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ ഈ സാറെന്നുള്ള വിളിയുണ്ടല്ലോ, പരമ ബോറാണ്. ഇവിടെയുള്ള എല്ലാരും സാറെന്നല്ലേ വിളിക്കുന്നേ? അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാ? ദേവിക്ക് എന്നെ പേര് വിളിക്കണ്ട, ഗോപിയേട്ടനെ വിളിച്ചാ മതി. വരൂ. ഗ്യാസ് തീർന്നു, സ്റ്റൗ ഇരിക്കുന്നു, ഇതാ തീപ്പെട്ടിയുണ്ട്. ആ, ദേവിക്ക് പാല് വെച്ച് വയ്ക്കുക. ഞാൻ ഡ്രസ്സൊന്ന് മാറട്ടെ. എന്റെ ഇത് പാല് തിളച്ചു പോകുന്നുണ്ടല്ലേ? ഈ ലോകത്തൊന്നും ആയിരുന്നില്ലേ? ആരെ സ്വപ്നം കൊണ്ടോണ്ടിരിക്കായിരുന്നു? അയ്യോ, പാൽ അപ്പടിയും പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. വീട്ടിൽ പോയി പാൽ എടുത്തോണ്ട് വന്നാ മതി. അയ്യോ, വീട്ടിൽ ഒരു തുള്ളി പാലില്ല. സാരല്ല, വൈകുന്നേരം കൊണ്ടുവന്നാ മതി. ഇതേ പിന്നെ വൈകുന്നേരം പാല് കാച്ചി കൊണ്ടുവന്നാ മതി. പാല് അടുപ്പത്ത് വെച്ച് സ്വപ്നം കണ്ടോണ്ടിരിക്കരുത്. എന്താടി വേണേ? ഒന്നുമില്ല. നിന്റെ ഓട്ടോഞ്ചിരി അത്ര നല്ലതിനല്ല. ചേട്ടാ, ആ, കൃഷ്ണൻകുട്ടിയോ? ഇരിക്കെ. ഇന്നലെ രാത്രിയില് സാറിനെ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. സാറിന് എന്നോട് വിഷമം തോന്നരുത്. ബുദ്ധിമുട്ടിച്ചത് കൃഷ്ണൻകുട്ടിയല്ലല്ലോ. അത് ശരിയാ, ബുദ്ധിമുട്ടിച്ചത് മറ്റവനാ. എനിക്ക് സൈറ്റ് വരെ ഒന്ന് പോണം. സാറേ, പിന്നെ ഈ പാലം പണി നടക്കുമോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ സാറന്മാരെ അളവെടുക്കാൻ വരുന്നത്. ഇതുവരെ അളവെടുപ്പ് കഴിഞ്ഞില്ല. പെട്ടെന്നൊരു ദിവസം ഹെഡ് ഓഫീസിൽ നിന്ന് കത്ത് വരും, അവരങ്ങ് പോവുകയും ചെയ്യും. നാട്ടുകാർക്കൊക്കെ അറിയാം പാലം പണി നടക്കില്ലെന്ന്. ഇത് നടക്കും.
ഞാനേ ഒരു പ്രത്യേക കാര്യം പറയാനാ വന്ന്. നാളെ സാറിന്റെ വീട്ടിൽ ഉണ്ണാൻ വരണം. അതെന്റെ മോളുടെ ഒരു ആഗ്രഹം. അത് ഒന്നും പറയണ്ട. എന്റെ മോക്ക് കൈനിറയെ സമ്മാനം കൊടുത്ത് സാറിനെ വിളിച്ചൊരു ഊണ് കൊടുക്കണം എന്ന് അവക്കൊരാഗ്രഹം. എന്റെ മോള് പറഞ്ഞാൽ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. സാറ് വരണം. കൃഷ്ണൻകുട്ടി സാർ ഇതിലൊന്നും പറയരുത്. നാളെ സാറിനെ വിളിക്കാൻ ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ടാവും.